എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. കൂട്ടുകാരെ, ഇന്ന് രാവിലെ ഞാൻ നമ്മുടെ ഇരുമ്പൻപുളി മരത്തിൻ്റെ ചോട്ടിൽ നിൽക്കുവാണ്. പുറ്റായിട്ടിങ്ങനെ ഇരുമ്പൻപുളി പിടിച്ചു വന്നിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് ഒന്നും വിളഞ്ഞിട്ടില്ല, എന്നാലും നമുക്കിതിൽ നിന്ന് ചെറിയവരെ കൊണ്ടൊരു കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് അത്യാവശ്യം കുറച്ചെണ്ണം ഇതിൽ നിന്ന് വിളഞ്ഞത് നോക്കി നമുക്ക് പറിച്ചെടുക്കാം. എനിക്ക് ആവശ്യമായ ഇരുമ്പൻപുളി പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് തീരെ പൊട്ടാണ്. ഈ ഒരു സ്റ്റേജിലുള്ളതാണ് എൻ്റെ ഈ കറിക്ക് ആവശ്യമായിട്ടുള്ളത്. ഒത്തിരി വിളഞ്ഞ് പോയി കഴിഞ്ഞാൽ പുളി കൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല, അത്രയും പുളിയായി പോകും. അപ്പോൾ ഈ ഒരു സ്റ്റേജിലുള്ളത് വേണം നമ്മൾ പറിച്ചെടുക്കാനായിട്ട്. ഇനി ഇതുകൊണ്ടൊരു സൂപ്പർ പച്ചടിയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ബാക്കിയൊക്കെ നമുക്ക് വഴിയെ കാണാം. നമ്മൾ എടുത്തു വെച്ച ഇരുമ്പൻ പുളിയെ ഇതുപോലെ കുഞ്ഞു പീസാക്കി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിലായി. ഈ വട്ടം കണ്ടാൽ നിങ്ങൾക്കറിയാമല്ലോ എന്തുമാത്രം പിഞ്ചാണ് ഈ ഇരുമ്പൻ പുളിയൊന്നും. അത്രയും പിഞ്ചെടുത്താലേ നമുക്ക് ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര പുളിയായി പോകും. പിന്നെ ഇതിൻ്റെ കൂടെ ഇത് വഴറ്റിയെടുക്കാനുള്ളതാണ്. ഇതിൻ്റെ കൂടെ നമുക്കൊരു പച്ചമുളകും കൂടെ ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞ് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിന് അരപ്പിന് വേണ്ട സാധനം കുറച്ച് തേങ്ങ ഇവിടെ തിരുമ്മി വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക്, ഒരു ചുമന്നുള്ളി, ഒരു 1/4 സ്പൂൺ കടുക്, ഒരു നുള്ളു നല്ല ജീരകം. ഇത്രയും സാധനം നന്നായി നമുക്ക് അരച്ചെടുക്കണം. ഇത് കടുക് വറുക്കാനുള്ളത്. ചെറിയുള്ളിയുണ്ട്, വറ്റൽമുളകുണ്ട്, കറിവേപ്പിലയുണ്ട്, ഒരു വെളുത്തുള്ളിയുണ്ട്. ഇത്രയും നമുക്ക് കടുക് വറുക്കാനുള്ള സാധനമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് അരച്ചെടുക്കാം. ഈ പുളിയും ഈ പച്ചമുളകും കൂടെ നമുക്ക് ഒരു ചട്ടിയിലാക്കി അല്പം എണ്ണയെ ഉപ്പുമൊക്കെ ഒഴിച്ച് വഴറ്റിയെടുക്കാം. സ്റ്റൗ ഓണാക്കി ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്ത് ചട്ടി ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് വറുക്കാനുള്ള പണി നോക്കാം. ഇതേപോലെ പുളി ഐറ്റംസ് നമ്മൾ കറി വയ്ക്കുമ്പോഴൊക്കെ മൺചട്ടി എടുക്കുന്നത് തന്നെയാണ് നല്ലത്. സ്റ്റീലിൻ്റെയോ അലൂമിനിയത്തിൻ്റെയോ പാത്രങ്ങൾ പരമാവധി നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. എണ്ണ ചൂടായി വരുന്നുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് അങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്, മുഴുവൻ പൊട്ടിക്കൊണ്ട് നമുക്ക് ബാക്കി സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാൻ അതിലേക്ക് അരിഞ്ഞു വെച്ച ചെറിയുള്ളി, വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് അത്യാവശ്യം ഒന്ന് മൂത്ത് വരും. നമ്മുടെ ചെറിയുള്ളിയും വറ്റൽമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരിഞ്ഞു വെച്ച ഇരുമ്പൻ പൊടിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് കാണാം. കടുക് വറുത്തതിലേക്ക് ഇരുമ്പൻ പൊടിയും പച്ചമുളകും കൂടെ ഞാനിട്ട് അല്പം ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി ഒന്ന് വഴറ്റി നമുക്കൊന്ന് 2-3 മിനിറ്റ് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വരും. ചുമപ്പൊടി നന്നായിട്ട് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട്. നമുക്കൊരു അടപ്പ് കൊണ്ട് അടച്ചു കൊടുക്കാം. ഇവിടെ ഒരു അടപ്പ് കൊണ്ട് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് ഒന്ന് വാടി വെന്ത് വരുമ്പോൾ നമുക്ക് നോക്കാം. ഇരുമ്പൻപുളി വേകാൻ വെച്ചിട്ട് എന്തായാലും നമുക്ക് നോക്കാം. അത്യാവശ്യം അതിൻ്റെ ആ പച്ചക്കളറൊക്കെ മാറി നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇച്ചിരി കൂടെ ഒന്ന് ആകണം. എന്നിട്ട് വേണം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ചൂടൊന്നും ആയിക്കോളും. ഇരുമ്പൻപുളി ഇവിടെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വാടി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് തേങ്ങ ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്, ഇത് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ജാറ് ഒരു ലേശം ഒരു
അല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. പ്രത്യേകം ഒരു കാര്യം ഇതിനകത്ത് പറയാനുള്ളത്, ഇതിൽ നമ്മൾ തൈര് ചേർക്കുന്നില്ല. ഇത് ഒരു ഇരുമ്പമ്പുളിയുടെ ചെറുത് പിഞ്ച് കൊണ്ടുള്ളൊരു പച്ചടിയാണ്. ഞാൻ ഇതിനു മുമ്പ് പലതവണ വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരുപാട് പുളിയൊന്നും നമുക്ക് തോന്നത്തില്ല. നല്ല ടേസ്റ്റുമാണ് കറിക്ക്. അപ്പോൾ പുളിയുള്ള സാധനം ആയതുകൊണ്ട് തന്നെ നമ്മളിതിനകത്ത് തൈര് ചേർക്കേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യം മാത്രം മതി. ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കണം. വളരെ പിഞ്ച് മാത്രമേ എടുക്കാവുള്ളൂ, എന്നാലേ ഈ പറഞ്ഞ പോലെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പുളിച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇത് നന്നായിട്ടൊന്ന് കുറുകിയൊക്കെ വരട്ടെ. ഇരുമ്പൻ പുളിക്കറി എന്തായെന്ന് നോക്കാം. ഇത് തിളച്ച് അങ്ങനെ കുറുകിയൊക്കെ വരുന്നുണ്ട്. ഉപ്പ് കുറവായിരുന്നു, ഞാൻ ആവശ്യത്തിന് ഉപ്പുമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അത്യാവശ്യം പുളിയും ആ പച്ചടി എങ്ങനെയാണോ നമ്മൾ കഴിക്കുന്നത് അതേ ടേസ്റ്റാണ്. എന്നാൽ ഇത് തൈര് ചേർത്ത പോലെ തന്നെ നമുക്ക് തോന്നും. ഒറ്റ നോട്ടത്തിലൊന്നും ആർക്കും കണ്ടാൽ മനസ്സിലാവില്ല. ഇതെടുത്തതിൻ്റെ കഷ്ണമൊക്കെ കാണുമ്പോഴേ ഇന്ന സാധനം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ. ഒന്നുകൂടെ ഒന്ന് സെറ്റ് ആയിക്കോട്ടെ. എന്നിട്ടൊരു പാത്രത്തിലെടുത്തിട്ടൊക്കെ നമുക്ക് കാണാം. ഇരുമ്പൻ പുളി കൊണ്ടുള്ള അടിപൊളി പച്ചടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. സൂപ്പർ ടേസ്റ്റാണ്. ഇങ്ങനെ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായും ഒന്ന് ചെയ്ത് നോക്കണം. പിഞ്ചിരുമ്പൻ പുളി മാത്രമേ ഇതിന് ഉപയോഗിക്കാവുള്ളൂ, അല്ലെങ്കിൽ അറുപുളിയായി പോകും, നമുക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാകും. ഇതിനകത്ത് തൈരൊന്നും ചേർക്കത്തില്ല. തൈര് ചേർത്ത പോലെ തന്നെ ടേസ്റ്റാണ് നമുക്കിതിനകത്തുനിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തൊക്കെ വിടണേ. ഇങ്ങനെ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായും ഒന്ന് ചെയ്ത് നോക്കൂ. ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീട്ടിൽ ഈ ഇരുമ്പുളിയൊക്കെ ഉള്ളവർക്ക് ഇത് ഇടയ്ക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.